ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 അവസാന നാളുകളിലാണ് നമ്മളുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നന്മ നേടിയെടുക്കുവാൻ സാധിക്കുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം, സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് കുതിക്കേണ്ടുന്ന സമയം, ഏറെ ഗൗരവകരമായ നിലക്ക് ഓരോ നിമിഷത്തെയും ഓരോ ദിവസത്തെയും നാം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ പറഞ്ഞ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. റമദാൻ ലഭിച്ചിട്ട് ആ റമദാനിലൂടെ പാപമോചനം നേടിയെടുക്കാൻ സാധിക്കാത്തവൻ നശിക്കട്ടെ. മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹ്. അല്ലാഹു അവനെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ആമീൻ പറയുന്ന ഏറ്റവും ഗൗരവമേറിയ ആ ഒരു ഹദീസിന്റെ ആശയം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണിത്. ആ നിലക്ക് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? റമദാനിനെ യാത്രയാക്കുമ്പോൾ പൂർണ്ണമായും പാപങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അതിനെ യാത്രയാക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുവാനുള്ള അവസാന നിമിഷങ്ങളിലാണ് വിശ്വാസികൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? പാപം പൊറുക്കപ്പെടുവാൻ, നരകത്തിൽ നിന്ന് മോചിതരാകുവാൻ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു സന്ദർഭം പിന്നെ ഏതാണ്?
ഒരു പക്ഷേ ഈ ഒരു അവസരം ലഭിക്കാതെ ഈ ഒരു അവസരത്തിന്റെ തൊട്ട് മുൻപേ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളുണ്ട്. റമദാൻ മാസം വന്നതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട സങ്കടകരമായ വിഷമമുണ്ടാക്കുന്ന ഒരുപാട് അപകട വാർത്തകൾ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ഭാര്യയും ഭർത്താവും റോഡ് ബൈക്കിലൂടെ സ്കൂട്ടറിലൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലേക്ക് വന്നിടിച്ച ഒരു കാറ്, ആ കാറ് കേറി ഇറങ്ങിയതിനു ശേഷം ആ രണ്ട് പേരും ഭാര്യ ഭർത്താക്കന്മാർ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ട വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ കേട്ടത്. റമദാനുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു. 3-4 മക്കളെ വീട്ടിലാക്കി പോന്ന ഉപ്പയും ഉമ്മയുമാണ് ആ അപകടത്തിൽപ്പെട്ടത്. ഈ റമദാനിൽ അവർ നമ്മെ വിട്ടു പിരിയുകയായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് സംഭവിച്ച ഒരു വാർത്ത. അതേപോലെ മറ്റൊരു വാർത്ത ഇന്നലെ നമ്മൾ കേട്ടു. 3 പേർ വളരെ പെട്ടെന്ന് ഒരു അപകടത്തിൽ മരണപ്പെട്ട് ഈ ലോകത്തോട് പിരിഞ്ഞു പോയ വാർത്തകൾ. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സഹോദരൻ, അവനൊരു വിദ്യാർത്ഥിയാണ്. ഒരു 20 വയസ്സ് അവന് പ്രായമുണ്ടാകും. പ്രഷർ കുറഞ്ഞ് തളർന്നു വീണ് ഹോസ്പിറ്റലിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആ കുട്ടി മരണപ്പെട്ടത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി. ഓരോ മരണങ്ങളും നമ്മെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ വീട്ടിലും ഇതുപോലെ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് ആ സഹോദരന്റെ ഓർമ്മയിൽ എഴുതിയ ഒരു കൊച്ചു കുറിപ്പുണ്ട്. ആ കുറിപ്പില് ആ കുട്ടിയുടെ വിഷമം, ആ വീട്ടുകാരുടെ സങ്കടം, ആ കുറിപ്പിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഇക്ക, നിങ്ങൾക്ക് അവിടെ സുഖമല്ലേ? എന്തിനാ സുഖമാണോ എന്ന് ചോദിക്കുന്നതിലെ നിങ്ങൾ അവിടെ സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം സന്തോഷിച്ച് ജീവിക്കാവൂലേ? നിങ്ങൾ പോയതിൽ പിന്നെ നമ്മുടെ വീട്ടിലെ കളിച്ചിരികൾ ഒക്കെ നിന്ന് നമ്മുടെ കുഞ്ഞനിയൻ, ഒരു 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞനിയൻ ജനിച്ചതിന് ശേഷമാണ് ഈ വിദ്യാർത്ഥി മരിക്കുന്നത്. നമ്മുടെ കുഞ്ഞനിയൻ വന്നതിന്റെ സന്തോഷത്തിൽ ഓന്റെ കൂടെ കളിച്ചും ചിരിച്ചും ഓനെ കളിപ്പിച്ചും നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലെ സന്തോഷം വളരെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചീനി. പക്ഷേ പടച്ചവന്റെ വിധിയെ ഞമ്മക്ക് മാറ്റാൻ കഴിയൂലല്ലോ. നമ്മളെ കുഞ്ഞനിയനെയും ഇങ്ങളെ ഈ അനിയത്തിമാരെയും നമ്മളെ ഉപ്പാനെയും ഇമ്മാനെയും ഒക്കെ തനിച്ചാക്കി ഇങ്ങള് പോയില്ലേ? ഇല്ല, ഇങ്ങള് പോയി എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇങ്ങളെ ചിരികളും തമാശകളും ഒക്കെ ഇന്നും നമ്മുടെ വീട്ടിൽ ഓടി നടക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ ആവും ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവുക അല്ലേ? ആ കുറിപ്പ് അവസാനിക്കുന്നത്, എന്തായാലും നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാണ്. ഈ റമദാൻ മാസത്തിൽ നല്ലൊരു മരണത്തിലൂടെയല്ലേ നിങ്ങൾ പടച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകിയത്. ഒരു നാൾ ഞങ്ങളും ഇങ്ങളെ അടുത്തേക്ക് വരുമ്പോ ഇങ്ങള് ആ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ഞങ്ങൾ അടുത്തേക്ക് വരണട്ടോ ഇക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് അവളുടെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈ ഹിദായത്തും ഈ റമദാനിൽ ഈ ഭൂമുഖത്ത് ആരോഗ്യത്തോടെ എണീറ്റ് നിൽക്കുവാനുള്ള താക്കത്തും, അതാണ് ഏറ്റവും വലിയ കാര്യം. അമല് ചെയ്യാൻ, ഇപ്പൊ കർമ്മം ചെയ്യാൻ, പാപങ്ങളിൽ നിന്ന് മുക്തമാവാൻ, ചെയ്തു പോയത് റബ്ബിന്റെ മുൻപിൽ തുറന്നു പറയാൻ, ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബക്ക് വേണ്ടി ഏതാനും നാളുകൾ കൂടി, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൂടി, ഏതാനും വർഷങ്ങൾ കൂടി എത്രയാണെന്ന് നമുക്കറിയുകയില്ല. ഇവരൊക്കെ അതില് പല പ്രായക്കാരുണ്ട്, 20കാരുണ്ട്, 35കാരുണ്ട്, പല ഏജിലുള്ള ആളുകളുണ്ട്. എപ്പോഴാണോ അവരുടെ സമയം അവസാനിച്ചത് ആ സമയത്ത് അവർ പോയി. നമ്മളും പോവേണ്ടവരാണ്. അതിന്റെ മുൻപ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ റമദാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മൻ സാമ റമദാന ഈമാനം വഖ്തിസാബൻ, അതേപോലെ തന്നെ മൻ ഖാമ റമദാന ഈമാനം വഖ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, എല്ലാ പാപങ്ങളും
പൊറുക്കപ്പെടുവാൻ കാരണമാകുന്ന റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുവാൻ നിർവഹിക്കുവാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നാം. ഈ റമദാനിന്റെ രാത്രിയെ തറാവീഹ് നമസ്കാരത്തിലൂടെ, ഖിയാമുൽ ലൈലിലൂടെ, തഹജ്ജുദിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ തൗഫീഖ് ലഭിച്ചവരാണ് നാം. എങ്കിൽ പൊറുക്കപ്പെട്ട പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കപ്പെട്ട ഒരു മാനസികാവസ്ഥയോടുകൂടി റമദാനിനെ യാത്രയാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? അതിന് നമ്മൾ സജ്ജരായിട്ടുണ്ടോ? നമ്മുടെ നോമ്പ് നമ്മൾ നേടിയോ? നമ്മളെ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചോ? വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചോ? റബ്ബുമായുള്ള നമ്മുടെ കണക്ഷൻ, നാഥനുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം നമുക്ക് ഊട്ടിയുറപ്പിക്കുവാൻ സാധിച്ചു? ഇനി ഇവിടുന്ന് അങ്ങോട്ട് റബ്ബിനോട് ഒരു കാര്യം പറയുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മളുണ്ടല്ലോ. പാപം ചെയ്താൽ പടച്ചോനെ ഞാൻ ഒരുപാട് നിന്നിൽ നിന്ന് അകലെ ആയിപ്പോയല്ലോ എന്ന ഒരു സങ്കടം, അതൊരു വിശ്വാസിക്ക് സ്വാഭാവികമാണ്, ഒരു മനുഷ്യന്റെ സ്വാഭാവികമാണ്. മനുഷ്യർ പാപം ചെയ്തു പോകും. കുല്ലു ബനി ആദം ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. മനുഷ്യരെല്ലാം പാപം സംഭവിക്കുന്നവരാണ്, തെറ്റുപറ്റി പോകുന്നവരാണ്. തെറ്റുപറ്റാത്തവരായിട്ട് ഭൂമുഖത്ത് മനുഷ്യരാരുമില്ല. അമ്പിയാക്കൾ പോലും ഒരു പക്ഷെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. കുല്ലു ബനി ആദം ഖത്താഊൻ. അതിൽ പടച്ചവന് പരാതിയില്ല. ഒരു പക്ഷേ അള്ളാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ലൗലം തുദ്നിബൂ ലദഹബല്ലാഹു ബിക്കും. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഒഴിവാക്കും. വലജാഅ ബിഖൗമിൻ യദ്നിബൂന സുമ്മ യസ്തഗ്ഫിറൂന വയഗ്ഫിർ ലഹും. എന്നിട്ട് അള്ളാഹ് തെറ്റ് ചെയ്യുന്ന വേറൊരു ടീമിനെ കൊണ്ടുവരും. മനുഷ്യന്മാരെല്ലാരും, ഭൂമിയിൽ നിന്നുള്ള എല്ലാ മനുഷ്യന്മാരും മലക്കുകളെ പോലെ ഒരു തെറ്റും ചെയ്യാത്തവരായിട്ട് മാറിയാൽ അള്ളാഹു റസൂൽ പറയാണ്, ഈ തലമുറയെ തന്നെ അള്ളാഹ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തെറ്റ് ചെയ്യുന്ന ഒരു ടീമിനെ കൊണ്ടുവരും. എന്നിട്ട് അവർ അള്ളാഹു കൂടി ഇസ്തിഗ്ഫാർ നടത്തും. അള്ളാഹുവിന് ഇഷ്ടമാണ് ചെയ്തു പോയ തെറ്റുകൾ റബ്ബിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞ് അവനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതിനു വേണ്ടി ശുദ്ധി സ്വീകരിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹ് അത് ഇഷ്ടം. എങ്ങനെയാ ഞാൻ അള്ളാഹിനോട് ചോദിക്കാം, അത്ര ഞാൻ ചെയ്തില്ലേ, അത്ര അബദ്ധം എനിക്ക് പറ്റിപ്പോയില്ലേ, അത്രയും വലിയ പാതകം ഞാൻ ചെയ്തു പോയില്ലേ എന്ന് ചിന്തിക്കണ്ട. ഇസ്തിഗ്ഫാർ, തൗബ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, നിങ്ങൾ അള്ളാഹുവോട് പാപമോചനത്തിന് വേണ്ടി പറയൂ. അവൻ പാപം പൊറുക്കുന്നവനാണ്, അവൻ കരുണാമയനാണ്, അവൻ കാരുണ്യം ചെയ്യുന്നവനാണ്, അവൻ കരുണാനിധിയാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കൂ. സുമ്മ തൂബു ഇലൈഹി. എന്നിട്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യൂ. സൂറത്തുൽ ബഖറയിൽ പറയുന്നു, സൂറത്തുൽ ഹൂദിൽ പറയുന്നു, സൂറത്തുൽ ആൽ ഇംറാനിൽ വീണ്ടും പറയുന്നു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. വിശ്വാസികള് സുഹൂറിന്റെ സമയത്ത്, സുഹൂർ എന്ന് വെച്ചാൽ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ അവസാനത്തെ 10 പൂർണ്ണമായിട്ടും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഇത്തികാഫ് ഇരിക്കാറുണ്ട്. നമ്മളെ പള്ളിയിലും ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിലുണ്ടോ? ഞാനിരുന്നോ? ഒരു രാത്രിയെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ഒരുങ്ങിയോ? തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഒരുങ്ങിയിട്ട് അത്തായം കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അത്തായത്തിന് വീട്ടിൽ പോവാണെങ്കിൽ രാത്രി 4 മണി വരെയുള്ള ഒരു സമയം പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി ഒരു രാത്രിയെങ്കിലും റബ്ബിനോടൊന്ന് തുറന്ന് പറഞ്ഞ് പള്ളിയിൽ പടച്ചോന്റെ കൂടെ കഴിച്ചു കൂട്ടാൻ നമ്മൾ സമയം കണ്ടെത്തിയോ? സുഹൂറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത്, ഇനി വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ എണീക്കുന്ന സമയത്ത്, ആ സമയത്തിന്റെ പ്രത്യേകത എന്താ? അള്ളാഹു ഉപരിലോകത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്.
ആ സമയത്തുള്ള ചോദ്യത്തിന് പ്രത്യേക ഉത്തരം കിട്ടും. അവിടെ ആ സമയത്ത് ആരും കേൾക്കാനില്ലാത്തപ്പോ, ആരും കാണാനില്ലാത്തപ്പോ പള്ളിയുടെ ഒരു മൂലയിൽ ഉദുവോട് കൂടി രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് ഹംദും സലാത്തും ചൊല്ലിയതിനു ശേഷം തപിക്കുന്ന ഹൃദയത്തോടെ, തുടിക്കുന്ന നെഞ്ചോടെ, കണ്ണീരൊഴുക്കുന്ന കണ്ണുകളോടെ കൈകളിലെ കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിക്കാൻ, പടച്ചോനെ ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോ ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ഞാൻ മാറണം, ശുദ്ധമായ ഒരു പേജായിട്ട് ഞാൻ മാറണം, എന്റെ ഹൃദയത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനം നമ്മൾ എടുത്തോ? മരിക്കണയിലെടുക്ക് എടുക്ക എന്ന് നിൽക്കുന്ന നടക്കുകയാണ് നമ്മൾ. എപ്പോഴാണത്? അത് നമ്മക്കാർക്കും അറിയില്ല. അടുത്ത ക്രോസിംഗിലാണോ, അടുത്ത യാത്രയിലാണോ, അടുത്ത ദിവസമാണോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴാന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ മുമ്പ് നമ്മളെ കൽബ് നമ്മൾ ക്ലീൻ ആക്കിയോ? നമ്മളെ കൽബ് നമ്മൾ അരച്ച് കഴുകിയോ? പടച്ചവന്റെ മുമ്പിൽ പറഞ്ഞോ? പടച്ചവനിലേക്ക് കൈ ഉയർത്തിയോ? പടച്ചവനോട് ചോദിച്ചോ? എല്ലാ പുള്ളിയും മാഞ്ഞ് ഉപ്പാനോട് പറഞ്ഞത്, ഉമ്മാനോട് പറഞ്ഞത്, അയൽപ്പക്കക്കാരുമായിട്ടുള്ളത്, സുഹൃത്തുക്കളുമായിട്ടുള്ളത്, നാട്ടുകാരുമായിട്ടുള്ളത് ഒക്കെ തീർത്തിട്ട് പടച്ചവനിലേക്ക് അങ്ങോട്ട് ഉയർത്തിയാണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ടല്ല അല്ലേ? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ എന്ത് പറയണം എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു നൽകുന്ന ഒരു മറുപടി ഉണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? പഠിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, അല്ലാഹുവേ നീ പാപം പൊറുക്കുന്നവനാണ്, നീ അഫ്വാണ്. തുഹിബ്ബുൽ അഫ്വ, പാപമോചനം നിനക്ക് ഇഷ്ടമാണ്, പാപമോചനം നിനക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടാണത്, അള്ളാഹ്ക്ക് വെറുപ്പല്ല. ചങ്ങായി പിന്നെയും ചോദിക്കാണല്ലോ, അള്ളാഹ്ക്ക് വെറുപ്പല്ല. ഇവൻ പിന്നെയും ചോദിക്കാണല്ലോ. ഇന്നലെ രാത്രി ചോദിച്ചില്ലേ, മിഞ്ഞാന്ന് രാത്രി ചോദിച്ചില്ല, ഇന്നും ചോദിക്കാണല്ലോ. അല്ല, പടച്ചോൻ അങ്ങനെ പറയില്ല. പടച്ചോൻ ഇഷ്ടാണ്. അവനേക്ക് ഉയർത്തുന്ന കൈകള് അവൻ നിരാശയോടെ മടക്കുകയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു കൊണ്ട. പക്ഷേ അങ്ങനെ ചോദിക്കണതിന് മുമ്പ് ഖുർആൻ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് പുറത്തൊടുക്കുക ആദ്യം, നിങ്ങളൊന്ന് വിട്ടൊടുക്കുക ആദ്യം. മൂപ്പരോട്, മറ്റേയാളോട്, ഈ താത്താനോട്, ഉമ്മാനോട്, അനിയനോട്, ജ്യേഷ്ഠനോട്, ഇക്കാക്കാനോട്, നാത്തൂനോട്, ഇളച്ചിനോട്, മൂത്തമ്മാനോട്, അമ്മായിനോട് ഒക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ചിലപ്പോ വലിയ പ്രശ്നമാവാം. അത് മനസ്സ് കൊണ്ട് നടന്നിട്ടാണ്, ആ കുയിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, ആ അസൂയ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടൂല. ഫോർഗീവ്നെസ്. ആദ്യം നമ്മൾ ക്ലീൻ ആണ്. അല്ലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹ് ചോദിക്കാണ്, സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കാണ്, ഫൽയാഫു വൽയസ്ഫഉ. സിദ്ദീഖുൽ അക്ബറെ പുറത്തു കൊടുക്ക്. സ്വന്തം മകളെ പറ്റി പരാതി പറഞ്ഞവന്, പൂരാതി പറഞ്ഞവന് പുറത്തു കൊടുക്ക്. എന്നിട്ട് ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അക്ബറെ, സിദ്ദീഖുൽ അക്ബറെ, നിങ്ങൾക്ക് പുറത്തരുന്ന നിങ്ങൾക്ക് ഇഷ്ടല്ലേ? അല്ലാഹ് നമ്മളോട് കൂടിയാണോ ചോദിക്കണത്? നമ്മക്ക് അല്ലാഹ് പുറത്തരുന്നത് നമുക്ക് ഇഷ്ടല്ലേ? ഇഷ്ടാണോ? ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യം എത്ര വലിയത് ചെയ്താലും, എന്ത് ചെയ്തിട്ടില്ലെങ്കിലും, ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുൻപ് മനസ്സുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. അപ്പോഴേ നമ്മളെ ചോദ്യത്തിന് അർത്ഥമുള്ളൂ. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. സുഹൂറിന് എണീക്കണ സമയത്ത്, അത്താഴത്തിന് എണീക്കുമ്പോ, റബ്ബ് നമ്മളെ തൊട്ടടുത്തുള്ള സമയത്ത്, ആ സമയത്ത് ചോദിച്ചാൽ നമ്മള് ചിലപ്പോ തറാവീഹ് 11 നമസ്കരിച്ചിട്ടായിരിക്കും വീട്ടിൽ പോയിട്ടുണ്ടാവുക. എന്നാലും അത്താഴത്തിനൊരു 4:30 എണീക്കുമ്പോ ഒന്നും എടുക്കുക. നമ്മൾ ഏതായാലും ഒന്ന് ബ്രഷ് ചെയ്യുമല്ലോ, ഫുഡ് സുഹൂറ് കഴിക്കാൻ വേണ്ടി, അത്താഴം കഴിക്കാനുള്ള ബ്രഷ് ചെയ്യലല്ലേ, കൂട്ടത്തിലൊന്നും ഒതെടുക്കുക. ഒതെടുത്താൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്, സമയമുണ്ടെങ്കിൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ 2 റക്അത്ത് മുസല്ലട്ടിട്ട് നിസ്കരിക്കുക. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, പൊരയിലാണെങ്കിൽ പൊരയിൽ. എന്നിട്ട് ആ സമയത്ത് പടച്ചവനോടൊന്ന് കൈ ഉയർത്തിയിട്ട്
അല്ലാഹുമ്മ ഇന്നക അഫ്വൻ. ഇത് നമ്മൾ മുട്ടിന് പറയണം. പള്ളിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എവിടെയൊക്കെ പറയാൻ അവസരം കിട്ടുമോ അവിടെയൊക്കെ പറയണം. അങ്ങനെ ആ സുഹൂറിന്റെ സമയത്ത് പടച്ചോനിലേക്ക് കൈയേർത്തി അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നൊരു 3 തവണ പറഞ്ഞിട്ട് മനസ്സൊന്ന് പടച്ചോന് മുമ്പിൽ സമർപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു റാഹത്തുണ്ട്. അസ്താഗ്ഫിറുല്ലാഹ് എന്ന് പറയാത്ത ഒരു സന്ദർഭം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇസ്തിഗ്ഫാറിന്റെ ലഫ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രീതിയിലും പഠിപ്പിച്ചിട്ടുണ്ട്, പല രീതിയിൽ. അത് നടക്കേണ്ട സമയമാണ് ഇപ്പോ. പാപമോചനം കൊയ്തെടുക്കേണ്ട സമയം, പാപമോചനം നേടിയെടുക്കേണ്ട സമയം, പാപമോചനത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട സമയം, പാപമോചനത്തിന് വേണ്ടി ആവർത്തിച്ച് പറയേണ്ട സമയം. പല ലഫ്സുകളുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അസ്താഗ്ഫിറുല്ലാഹ് അതിൽ പെട്ടതാണ് അസ്താഗ്ഫിറുല്ലാഹ്. അറിയാത്തവരാരുള്ളത്? അസ്താഗ്ഫിറുല്ലാഹ്, പടച്ചോനെ എനിക്ക് പൊറുത്തുണ്ട. അസ്താഗ്ഫിറുല്ലാഹിൽ അലീം, ഉന്നതനായ നാഥ എനിക്ക് പുറത്തുകൊണ്ട തമ്പുരാനെ. അസ്താഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി, അല്ലാഹുവേ എനിക്ക് പുറത്തുകൊണ്ട ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു. റബ്ബി ഗഫിർലി വതുബ് അലയ്യ, റബ്ബി ഗഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തുകൊണ്ട വതുബ് അലയ്യ, എന്റെ തൗബ സ്വീകരിക്ക് തമ്പുരാനെ. അടുത്തത് അസ്തഗ്ഫിറുല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹുവേ എനിക്ക് പുറത്തുകൊണ്ട നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. അൽ ഹയ്യു അൽ ഖയ്യൂം, നീ ഹയ്യാണ്. ഹയ്യ് എന്ന് വെച്ചാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂം സർവ്വനിയന്താതാവായിട്ടുള്ളവൻ. വഅതൂബു ഇലൈഹി, ഞാനിതാ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു. അടുത്ത രൂപം, പല രൂപങ്ങളുണ്ട്. ഇസ്തിഗ്ഫാറിന് പല രൂപങ്ങളുണ്ട്. ഏതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, ഏതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കലും വിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിംനി ദുആൻ അദൂ ബിഹി ഫി സ്വലാത്തി, എനിക്ക് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു ദുആ പഠിപ്പിച്ച താ പ്രവാചകരെ എന്ന് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തു പോയി തമ്പുരാനെ. എന്താപ്പോ സിദ്ദീഖുൽ അക്ബർ ഒക്കെ ചെയ്ത പാപം കാര്യമായിട്ട് ചെയ്തിട്ടാണോ? അല്ല. അല്ലാഹുമ്മ ഇന്നി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വായും ഭൂമിയിലേക്ക് പുറത്താക്കപ്പെടുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന്. എന്താ ചെയ്തത്? ഒരു തെറ്റാണ് അവർ ചെയ്തത്. അതിന്റെ പേരിലാണ് അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കുന്നത്. സിദ്ദീഖുൽ അക്ബറിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ചിലപ്പോ എന്തെങ്കിലും മനുഷ്യരല്ലേ പറ്റിപ്പോയിട്ടുണ്ടാവാം. അദ്ദേഹം പറയാണ് ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, പടച്ചോനെ ഞാൻ ഒരുപാട് അക്രമം ചെയ്തു റബ്ബേ. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ ആരും പുറത്തു തരുന്നവരില്ല തമ്പുരാനെ. ഫഅഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു കൊണ്ട നാദാ മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം നീ എനിക്ക് നൽകുതാൻ തമ്പുരാനെ. വർഹംനി, എന്നോട് കരുണ കാണിക്കുന്നാഥ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ പാപം പൊറുക്കുന്നവനാണ്, നീ പരമ കാരുണ്യവാനാണ്. ഇതൊക്കെ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകളാണ്. എത്ര പറയണം നമ്മൾ? സിദ്ദീഖുൽ അക്ബറൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പറയണം, എത്ര ചെയ്യണം നമ്മൾ, എത്ര ദുആർക്കണം നമ്മൾ, എത്ര ചോദിക്കണം നമ്മൾ റബ്ബിനോട്, എത്ര തവണ നമ്മൾ കൈ ഉയർത്തണം. എന്നിട്ട് ഇനി സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിലെ സയ്യിദ് എന്ന് പറഞ്ഞ വിശാദം പഠിപ്പിച്ച കുറച്ച് വലിയ ദുആ. നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് അടിച്ചാൽ ആ സാധനം അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും അർത്ഥ സൈഡ് നമുക്ക് കിട്ടും. അവൈലബിൾ ആണ്, നമുക്ക് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ ടൈം കുറച്ച് അതിന് വേണ്ടി മാറ്റി വെക്കുക. പകല് എപ്പോഴെങ്കിലും കുറച്ചു നേരം ഉറങ്ങിയാലും ഉച്ചക്ക് ശേഷം, ജുമാക്ക് പള്ളിയിൽ വന്നിട്ട് ഉറങ്ങുന്ന കാര്യമല്ല പറയുന്നത്. പള്ളിയിൽ വന്നിട്ട് പിന്നെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. അതൊരു ചെറിയ ടൈം, നമ്മൾ ഉറങ്ങാനുള്ള സമയമല്ല. നോമ്പും പ്രയാസവും AC ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ ഉറങ്ങാം. എന്തിനു വേണ്ടിയിട്ട് അറിയാം? രാത്രി കുറച്ച് സമയം ഇരുന്നിട്ട് ഖുർആൻ ഓതാനും പടച്ചവനോട് പറയാനും ഒക്കെ അത് വളരെ നല്ല കാര്യമാണ്. അത് നമ്മൾ ഈ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 2-നോ ശവ്വാൽ 3-നോ അതിന് സമയം കണ്ടെത്തിയിട്ട് കാര്യമല്ലല്ലോ. അത് പടച്ചോൻ ഈ സമയത്തേക്ക് നിന്ന് ഓഫർ അല്ലേ. ഓഫർ കഴിഞ്ഞിട്ട് ലുലുവിൽ പോയ ആ സാധനം നമുക്ക് കിട്ടൂലല്ലോ. ഓഫറിന്റെ സമയത്ത് അത് വാങ്ങിയെടുക്കണ്ടേ? 1 ഉറുപ്പ്യക്ക് ഷൂ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ തിരക്കിയിട്ട് കോഴിക്കോട് സിറ്റി ബ്ലോക്ക് ആകാം. 500 ഉറുപ്പ്യന്റെ സാധനത്തിന് വേണ്ടി, അല്ലെങ്കിൽ 1000 ഉറുപ്പ്യന്റെ സാധനത്തിന് വേണ്ടി എജ്ജാതി തിരക്ക് ആൾക്കാർ തിരക്കണത്.
ഇവിടെ അള്ളാന്റെ ഇസ്തിഗ്ഫാർ എവിടെയും കിട്ടും. കേരളത്തിൽ മൊത്തം പള്ളിയാ, ഏത് പള്ളിയിൽ പോയാലും മതി. ഇനി ഈ സുഹൂർ നമ്മളെ പരയിലുണ്ട്. ₹1 വിലയല്ല ഇതിനുള്ളത്. കോടികൾ കൊടുത്താൽ കിട്ടാത്ത ഇസ്തിഗ്ഫാർ, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് അല്ലേ? ഇത് ആരെങ്കിലും ഷെയ്ഖുമാര് മുർഷിദുകളുടെ ടിക്കറ്റോ അല്ലല്ലോ, അള്ളാന്റെ റസൂൽ, അള്ളാഹ് തന്ന ഓഫർ അല്ലേ ഇത്? അതിൽ നമുക്ക് സംശയമുണ്ടോ? മരിച്ചു പോണ സമയത്ത് എന്തെല്ലാം നമ്മളെ കയ്യിലുണ്ടെങ്കിലും ആ സമയത്ത് കുറച്ച് മനുഷ്യന്മാരെന്താ, ഈ 20-കാരനും ആ 40-കാരനും 60-കാരനും മരിച്ചോലൊക്കെ ആ സമയത്ത് ചിന്തിച്ചതെന്താ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. പടച്ചോനെ, ഒരു പക്ഷെ അമ്പിയാക്കളെ പോലെ കുറച്ച് മനുഷ്യന്മാര് മാത്രാണ് അള്ളാഹുവെ ഞാൻ 100% തൃപ്തിയോടുകൂടി മരണത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞവരുണ്ടാകാം. പിന്നെ കുറച്ച് ശുഹദാക്കള്, അവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലാത്തവരൊക്കെ നമ്മളൊക്കെ എന്തായാലും മരിക്കണ നേരത്തെ ചിന്തിക്കുക, പടച്ചോനെ ആ പറമ്പ് പള്ളിക്ക് കൊടുക്കേനി കേട്ടോ, അന്ന് ചോദിച്ചപ്പോ ഒരു 10,000 കൂടി കൊടുക്കേരുന്നു കേട്ടോ, ആ പൈസക്ക് വേണ്ടി അന്ന് കച്ചറ കൂടേണ്ടിയിരുന്നില്ല കേട്ടോ, ആ എനിക്ക് അർഹതപ്പെട്ടതല്ലാത്ത അത് ഞാൻ എടുക്കേണ്ടിയിരുന്നില്ല, ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ എന്തേ എനിക്ക് കിട്ടിയത്, അതിപ്പോ ഞാൻ കഴിഞ്ഞു പോവല്ലേ, മക്കൾ ഓരിയൊക്കെ അല്ലേ. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാ പറയാ. അന്ന് മനുഷ്യൻ ചിന്തിക്കാം, അതും കൂടി കൊടുക്കേരുന്നു, ഇതും കൂടി കൊടുക്കേരുന്നു, അതും കൂടി ചെയ്യാമായിരുന്നു എന്ന് ഒരു സംശയമില്ല മനുഷ്യൻ ചിന്തിക്കും. എപ്പോ? മരണസമയത്ത്. പക്ഷേ അവധി എത്തിയാൽ പിന്നെ അണുത്തൂക്കം മുന്തിപ്പിക്കുന്ന പ്രശ്നേ ഇല്ല. അത് ആ സമയത്ത് നടക്കും. ഏത് ഏജിലാണെങ്കിലും ആ സമയത്ത് അത് നടക്കും. അള്ളാഹു നമുക്ക് അത് രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായ സമയം തെറ്റിൽ നിന്ന് തൗബ ചെയ്തവൻ തെറ്റില്ലാത്തവനെ പോലെയാണ്, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. 99 ആളെ അല്ല 100 ആളെ കൊന്നോനും തൗബ ചെയ്തപ്പോ പിന്നെ ആരെ പോലെയാണ്? തെറ്റ് ചെയ്യാത്തവനെ പോലെ. അമ്മട്ടം തെറ്റ് ചെയ്തോരാരും ഏതായാലും ഇപ്പള്ളിയിൽ ഇരിക്കണില്ലല്ലോ. അതുകൊണ്ട് നിരാശ വേണ്ട. സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ആത്മാക്കളോട്, മനുഷ്യരോട് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, ലാ തഖനതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അല്ലാഹ് തരാന് റെഡിയാണ്. ചോദ്യം, നമ്മള് ചോദിക്കാന് റെഡിയാണോ? ഇത്രേ ഉള്ളൂ പ്രശ്നം. കൈ നീട്ടാൻ, കൈ കാട്ടാൻ, മനസ്സ് തുറക്കാൻ, റബ്ബിന്റെ മുൻപിൽ സമർപ്പിക്കാൻ നമ്മൾ റെഡിയാണോ? അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, നിസ്സീമമായ തൗബ ചെയ്യുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നേരത്തെ ആ പൊന്നുമോള് പറഞ്ഞ സ്വർഗല്ലേ, ഇക്കാക്ക നിങ്ങൾ ആ സ്വർഗത്തിലല്ലേ എന്ന് ചോദിച്ചാൽ സ്വർഗല്ലേ? ആ സ്വർഗീയ അനുഭവങ്ങള് മരിച്ചാൽ ഖബറിന് തുടങ്ങും. മരിക്കുന്നതോടുകൂടി ബർസഖോടുകൂടി സ്വർഗീയ അനുഭവങ്ങൾ തുടങ്ങിയ മനുഷ്യന് താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം, അതാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നവർക്കുള്ളത്, തൗബ ചെയ്യുന്നവർക്കുള്ളത്. അതുകൊണ്ട് നിരാശ വേണ്ട. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി, അല്ലാഹു രാത്രി കൈകൾ നീട്ടി കാത്തിരിക്കുന്നു. ലിയതൂബ മുസീഅൻ നഹാർ, പകൽ തെറ്റ് ചെയ്തവരുടെ തൗബയ്ക്ക് വേണ്ടി. വയബ്സുതു യദഹു നഹാർ, അല്ലാഹു പകൽ തന്റെ കൈകൾ നീട്ടുന്നു. ലിയതൂബ മുസീഅൻ ലൈലി, രാത്രി തെറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടി. ഖദറിന്റെ രാത്രി 2 എണ്ണം ആകാൻ സാധ്യതയുണ്ട്. ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ഒറ്റയിട്ട് രാവുകളിലാണ് എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ച് സാധ്യതയുള്ള 2 രാത്രികൾ കഴിഞ്ഞു പോയി. ഇന്നലെ രാത്രിയായിരുന്നു ഒന്ന്. നമ്മൾ കുറച്ചെങ്കിലും പള്ളിയിൽ ഇരുന്നോ? ഇനി ഒരു പക്ഷേ 3 രാത്രികൾ കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഖദറിന്റെ രാത്രി ആവാൻ സാധ്യതയുള്ള രാത്രികൾ. ആ രാത്രികളെ എത്രത്തോളം അതിനു വേണ്ടി
തൗബക്ക് വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി, ആ തൗബത്തു തെർക്കും തമ്പി അല അജ്മലി വിജൂഹ്, ഏറ്റവും നല്ല നിലക്ക് പാപമോചനത്തിന് വേണ്ടി തേടലാണ് തൗബ. വഹുവ അബ്ലഗു വുജൂഹിൽ ഇഅ്തിദാർ. ഒന്നാമത്തേത് അത് ആ പാപത്തിൽ നിന്നുള്ള ഒഴികഴിവാണ് തൗബ എന്ന് പറയുന്നത്. ഫഇന്നൽ ഇഅ്തിദാർ അലാ സലാസത്തി ഔജുഹിൻ, അതിന് 3 മാർഗങ്ങളുണ്ട്. ഇമ്മാ യഖൂലൽ മുഅ്തദിറു ലം അഫ്അൽ, ഒന്ന് തെറ്റ് ചെയ്ത ആള് പറയാം, പടച്ചോനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. തെറ്റ് ചെയ്ത ആള് പറയാം, പടച്ചോനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതൊരു വഴി. രണ്ടാമത്തെ ഒരു വഴി ഔ യഖൂലു ഫഅൽതു ലി അജലിക, ഞാൻ ചെയ്തു പടച്ചോനെ, പക്ഷെ ഇന്ന കാരണത്താലാണ് ചെയ്തത്, ഞാൻ ചെയ്തു പോയി, അതിന് ഇന്ന കാരണമുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്ത, വെറുതെ ചെയ്തല്ല. അതാണ് രണ്ടാമത്തെ വഴി. ഔ ഫഅൽതു വഅസഅതു വഖദ് അഖ്ലഅതു വലാ റാബിഅ ലിദാലിക, മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് പടച്ചോനെ ഞാൻ ചെയ്തു, അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞാൻ ചെയ്യൂല റബ്ബേ എന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് പറയുന്നു ഇമാം റാഗിബ് അസ്വാനി പറയുന്നു വഹാദ റാബിഉ ഹുവ തൗബ, ഇതാണ് തൗബ. ശരിക്കുള്ള തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയലല്ല, ചെയ്തതിന് ന്യായം കണ്ടെത്തലല്ല, മറിച്ച് ചെയ്തു പടച്ചോനെ എനിക്ക് പറ്റിപ്പോയി, ഇനി ഞാൻ അതിലേക്കില്ല റബ്ബേ എന്ന് തീരുമാനിച്ചിട്ട് റബ്ബിനോട് അത് ഏറ്റു പറഞ്ഞ് പടച്ചവനോട് ചോദിക്കുക. അതാണ് തൗബ, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട തൗബ. ഇനി ഞാൻ അതിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അതൊരു ഇസ്തിഗ്ഫാറാണ്. നമ്മളൊന്ന് ഒരുങ്ങി ഇരുന്നിട്ട് ആ പാപം അല്ലാഹുവിനെ തുറന്ന് പറഞ്ഞിട്ട് മനസ്സ് തുറന്ന് ചെയ്യുമ്പോൾ അത് തൗബയായി മാറി. അത്രയുള്ള വ്യത്യാസം. രണ്ടും ഏറെക്കുറെ അസ്തഗ്ഫിറുല്ലാഹ് സാധാരണ ഇസ്തിഗ്ഫാർ, അത് പറഞ്ഞാൽ അത്രയും പാപങ്ങൾ പുറത്തു കിട്ടും. പക്ഷെ നമ്മുടെ മനസ്സിൽ വല്ലാതെ ഒരു ട്രാജഡി ആയിട്ട്, ട്രോമയായിട്ട് കിടക്കുന്ന ഒരു സംഗതി അവിടെ ഇങ്ങനെ കുറെ കാലമായിട്ട് ആ കുറ്റബോധം മനസ്സിലുണ്ട്, അതും താങ്ങിങ്ങനെ നടക്കുക. അത് താങ്ങി നടക്കുന്നതിന് മുമ്പ് കൊടുക്കാത്തവർക്ക് കൊടുക്കണം, ആരെങ്കിലും പറഞ്ഞ് ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. എന്നിട്ട് പടച്ചവന് മുമ്പിലാണ് ഇരുന്നിട്ട് ഹംദ് സലാത്തൊക്കെ ചൊല്ലിയിട്ട് മനസ്സ് തുറന്ന് പടച്ചവനോടാണ് പറയാ. അതാണ് തൗബ എന്ന് പറയുക. അല്ലാതെ അത് ലുലുന്ന് വാങ്ങി കിട്ടുന്ന സാധനമല്ല, അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം. നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ മതി, എന്നാൽ അത് നടക്കും. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകും. അല്ലാഹു റസൂൽ പറഞ്ഞു, ഒറ്റ വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യാ മാശറൻ നിസായി, സ്ത്രീകളോട് പ്രത്യേകമായി നബി പറയാണ്, യാ മാശറൻ നിസായി, സ്ത്രീകളെ, തസദ്ദഖ്ന വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ നല്ലോണം സദഖ ചെയ്തോളൂ, നന്നായിട്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ, നല്ലോണം സദഖ ചെയ്തോളി, നന്നായിട്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകത്തിൽ ഞാൻ കൂടുതൽ സ്ത്രീകളെയാണ് കണ്ടത്. നഊദുബില്ലാഹ്, നരകത്തിൽ ഞാൻ കൂടുതൽ സ്ത്രീകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നരകം കാണുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് നരകം കാണിച്ചു കൊടുക്കുന്നുണ്ട് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ. അപ്പൊ ഞാൻ നരകത്തിൽ കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. വമാലനാ യാ റസൂലുള്ളാഹ്, എന്താണ് റസൂലെ പരിഹാരം? റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബി വനിതകൾ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുക്സിർനൽ അൻ വതക്ഫുർനൽ അശ്റ, ഇതിന്റെ കാരണം നിങ്ങൾ കൂടുതലായിട്ട് ശാപവാക്ക് പറയും, ആവശ്യമില്ലാത്ത വർത്താനം, ഇവനെ കൊണ്ട് ഞാൻ കുടുങ്ങിയാലോ, ഇങ്ങേരെ കൊണ്ട് ഞാൻ കുടുങ്ങിയാലോ, അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ ശാപവാക്ക് കൂടുതൽ പറയും. ഒന്ന്. രണ്ടാമത്തേത് വതക്ഫുർനൽ അശ്ർ, ഭർത്താക്കന്മാരോട്, ഇണകളോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുകയും ചെയ്യും. ഈ രണ്ട് കാരണത്താലാണ് നിങ്ങൾ കൂടുതൽ നരകത്തിൽ. ഈ രണ്ടും നമ്മളെ കൂട്ടത്തിലുള്ള സഹോദരിമാര് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പേടിക്കണ്ട, നമുക്ക് അതിൽ ബേജാറുണ്ട്. എന്നാൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്നായിട്ട് ദാനം ചെയ്യണം. ഈ ദാനം നമ്മുടെ പാപത്തെ കഴുകിക്കളയും, ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ മനസ്സിനെ ക്ലീൻ ആക്കി മാറ്റുകയും ചെയ്യും. ആ നിലക്ക് ക്ലീനായ ഒരു മനസ്സോട് കൂടി ഈ റമദാനിനെ യാത്രയാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പരമാവധി മനസ്സ് പൂർണ്ണമായി റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറോടുകൂടി റമദാനെ യാത്രയാക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു കാഫത്തൽ ലിന്നാസ് ബിൽബശീർ വൽ ഇൻദാർ വഅലാ ആലിഹി വസ്ഹബിഹിൽ അബ്റാർ وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض وعاقبة الظلمات والأنوار أما بعد فاتقوا الله. വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച രാത്രി സൂര്യാസ്തമയത്തിന് ശേഷം 20 മിനിറ്റ് ചന്ദ്രൻ ആകാശത്ത് ബാക്കിയുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് വെള്ളിയാഴ്ച പെരുന്നാൾ ആവാനാണ് സാധ്യത. ഏതായാലും പെരുന്നാളിന് വേണ്ടി, ഈദുൽ
ഫിത്തറിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടുന്ന രൂപം, അതിന്റെ മുൻപ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഫിത്തർ സക്കാത്ത് കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ്. പെരുന്നാളിന്റെ അറിയിപ്പ് നമുക്കൊക്കെ കിട്ടും, അതിൽ ബേജാറൊന്നും വേണ്ട, അതിലാരും ബേജാറാവണ്ട, അതൊക്കെ മൊബൈലിൽ തലങ്ങും വിലങ്ങും വരും. പക്ഷെ ഫിത്തർ സക്കാത്ത് നമ്മൾ കൊടുത്തോ, അത് അതിന്റെ മുമ്പ് നടക്കണം. അത് കൊടുക്കുന്നതിന്റെ മുമ്പ് ആദ്യം സക്കാത്ത് വീട്ടാത്തവരുണ്ടെങ്കിൽ ഓലെ കൈ വെറുതെ പൊക്കണ്ട, പൊക്കിയിട്ട് ഒരു കാര്യമില്ല. കയ്യില് കിടക്കുന്നത് ഹറാമാണെങ്കിൽ ആ പൊക്കല് വെറുതെയാണ്. അതുകൊണ്ട് ആദ്യം നമ്മളെ സമ്പത്ത് നമ്മൾ ക്ലീൻ ആക്കാം. 2.5 അടുത്താണ് കൊടുക്കുക, അപ്പൊ കൈ ക്ലീൻ ആകും. ഈ ചളിയുള്ള കൈകൊണ്ട് ചോക്ലേറ്റ് കൊടുത്താലും കുട്ടികളും കൂടി വാങ്ങൂല. കയ്യുമ്മല് കാഷ്ടാണ്, കയ്യുമ്മല് വൃത്തികേടാണ്. ആ കൈകൊണ്ട് ചോക്ലേറ്റ് കൊടുത്താൽ കുട്ടികൾ വാങ്ങൂല. ആ മാലിന്യം പോണെങ്കിൽ 2.5% ആദ്യം കൊടുക്കണം. അത് സക്കാത്ത് കമ്മിറ്റിനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എത്തിക്കണം. രണ്ടാമത്തേത്, നമ്മൾ സക്കാത്തുൽ ഫിത്തർ കൊടുത്ത് നമ്മളെ വീട്ടിലുള്ള എത്ര മെമ്പർമാരുണ്ട് അവിടെ 100 റുപ്യ നമ്മളതിന്റെ പൈസ ആയിട്ട് കൊടുക്കലല്ല, അതിന് അരി വാങ്ങിയിട്ട് അരിയാണ് കൊടുക്കുക. നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരം അത് അതിന്റെ സംവിധാനത്തിൽ ചെയ്യും. അതിനുള്ള സക്കാത്തുൽ ഫിത്തർ എല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു വീട്ടിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ പെരുന്നാളിന് ശ്രദ്ധിക്കേണ്ട സംഘങ്ങൾ, ഈദ്ഗാഹിലാണ് പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. 7:15 മുസല്ലയുമായിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ് ഈദുൽ ഫിത്തറിന്റെ സുന്നത്ത്. ഈദുൽ അദ്ഹക്ക് അങ്ങനെയല്ല, അതിന് മുമ്പൊക്കെ നോമ്പായതുകൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് പോവുക, സുഗന്ധം പൂശുക. മാസപ്പിറവി കണ്ടത് മുതൽ പള്ളിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ തക്ബീർ ധ്വനികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, നേരത്തെ പോവുക. ഇതൊക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പെരുന്നാളും നമുക്കൊരു ആഘോഷമാണ്. അത് ആ സുന്നത്തനുസരിച്ച് ചെയ്യുമ്പോൾ അതിനും കൂലിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിഫലം പരമാവധി നേടിയെടുത്ത് വിശ്വാസത്തോടെ മരിക്കുവാനും സ്വർഗം നേടിയെടുക്കുവാനും അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാക്ക് ശേഷം ഒരു കളക്ഷൻ നമ്മുടെ മഹല്ലിലെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷനാണ്. പരമാവധി അതിൽ സഹകരിക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹ്കളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ശഫാഅത്ത് സ്വീകരിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിൽ കടക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിന്റെ ശഫാഅത്തോടു കൂടി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിനെ പൂർണ്ണമായും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നേടിയെടുത്ത് തെളിഞ്ഞ മനസ്സോടുകൂടി റമളാനിനെ യാത്രയാക്കാൻ സാധിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ കൊണ്ട് ശാപമേറ്റുവാങ്ങുന്ന ആളുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുർആനിന്റെ എതിർ സാക്ഷ്യത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സംതൃപ്തിയോടുകൂടി റമളാനെ യാത്രയാക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മഹ്ശറ ലോകത്ത് ഒരു വിഭാഗത്തിന് വലങ്കയിലും മറുഭാഗം ഇടങ്കയിലും ഗ്രന്ഥം ലഭിക്കുമ്പോൾ വലം കയ്യിൽ ഗ്രന്ഥം വാങ്ങി സ്വർഗം പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നമ്മളെയും അള്ളാഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചു അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ ബർസഖി കാലഘട്ടം നീ സമാധാനപൂർണമാക്കി തരണമേ നാഥ. ബർസഖി കാലഘട്ടം സമാധാനപൂർണമാക്കി തരണമേ നാഥ. ബർസഖിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. നരകക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മരണപ്പെട്ട ആളുകളുണ്ട്, അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അമ്പിയാക്കളുടെ കൂടെ ഔലിയാക്കളുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകണമേ നാഥ. ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ സക്കാത്തും ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങളും ഞങ്ങളുടെ ഇസ്തിഗ്ഫാറും എല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലാക്കി മാറ്റി തീർക്കണമേ തമ്പുരാനെ. വെറും കയ്യോടെ ഞങ്ങളെ മടക്കല്ല നാഥ. നിനക്ക് ഉയർത്തിയ ഈ കൈകളെ നീ വെറും കയ്യോടെ മടക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക തമ്പുരാനെ. ഇതിനെല്ലാം ഞങ്ങൾക്ക് നാളെ പരലോകത്ത്
ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. ഈ റമദാൻ പൂർണ്ണമായി അനുഭവിക്കുവാനും ഈ റമദാനെ യാത്രയാക്കുമ്പോൾ പൂർണ്ണമായി തെളിഞ്ഞ മനസ്സോടുകൂടി തൗബ സ്വീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി റമദാനെ യാത്രയാക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.